ഹലോ ഗ്രേ മീഡിയാസിലേക്ക് സ്വാഗതം. ഷാജി പാപ്പനും പിള്ളേരും മാർച്ച് 19 എത്തുകയാണ്. ട്രെയിലർ അരമണിക്കൂറിന് മുമ്പ് അങ്ങ് റിലീസ് ചെയ്തു. ആ ട്രെയിലറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ഗംഭീര ട്രെയിലർ എന്ന് തന്നെ പറയാം. എന്താണ് എക്സ്പെക്റ്റേഷൻ? ആ എക്സ്പെക്റ്റേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു എന്ന് തന്നെയാണ്. 3 മിനിറ്റോളമാണ് ട്രെയിലർ നൽകിയിരിക്കുന്നത്. ഇങ്ങനെ ഉള്ള ഒരു സിനിമ നമുക്കറിയാം, ആദ്യ ഭാഗം പരാജയമായിട്ട് മൂന്നാം ഭാഗം ഇറങ്ങി റെക്കോർഡ് തീർക്കാൻ പോകുന്ന ചിത്രമാണ്. അതെ, ഇത് അമ്മാതിരി സംഭവം തന്നെയാണ്. ജയസൂര്യ, വിജയ് ബാബു, സണ്ണി വെയിൻ, വിനായകൻ, ഷൈജു കുറുപ്പ്, ധർമ്മജൻ അങ്ങനെ അങ്ങ് മുന്നോട്ട് പോവുകയാണ്. ഭഗതും ഒക്കെ കൊണ്ട് അടിച്ച് പൊളിക്കുന്ന ഒരു ചിത്രമെന്ന് തന്നെ പറയാം. സിനിമ വലിയ രീതിയിൽ തന്നെ നമുക്കറിയാം, ഈ ഒരു സിനിമയോട് ഒപ്പം തന്നെ വമ്പൻ സിനിമകൾ വരുന്നുണ്ട്. പക്ഷേ എല്ലാം കൊണ്ടും ഡ്യൂഡ് അതായത് ദിൽമൻ ഇടക്കൊച്ചി, ദാമോദരൻ മകൻ ദിൽമൻ ഇടക്കൊച്ചി അരങ്ങ് വാഴുന്ന ഒരു ചിത്രമായി മാറുന്നു. ജയസൂര്യയുടെ ഗംഭീര തിരിച്ചുവരവായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ സിനിമ ഒരു ടൈം ട്രാവലർ എന്നുള്ള ലെവലിലേക്ക്, കോമഡി ടൈം ട്രാവലർ എന്നുള്ള ലെവലിലേക്കാണ് പോകുന്നത്. ഒരു പാലത്തിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. അതായത് 2 കാലഘട്ടം കാണിക്കുന്നു. ഒന്ന് പുരാതന കാലഘട്ടവും ഇപ്പോൾ ഉള്ള കാലഘട്ടവും ഒക്കെ കാണിക്കുന്നു. എല്ലാം ഗംഭീരമായിട്ട് തന്നെയുള്ള ഫീലാണ്. നമ്മൾ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്? ഒരു കോമഡി ഫിലിമൊക്കെ വന്നിട്ട്, നല്ല കോമഡി എന്ന് പറഞ്ഞ് വന്നിട്ട് കാലം കുറേ ആയി എന്നുള്ളത് തന്നെയാണ്. പൂർണ്ണമായും കോമഡി എന്ന് പറയാൻ ഇന്ന് ഒരു സിനിമയും ഇറങ്ങിയിട്ടില്ല, അല്ലെങ്കിൽ സമീപകാലത്തൊന്നും നമുക്ക് പറയാനില്ല. പിന്നെ ആവശ്യത്തിന് നമ്മൾ ചിരിക്കണം എന്ന് വെച്ച് പലരും തിയേറ്ററിൽ അങ്ങനെ മനസ്സിൽ നിന്ന് കൊണ്ടുവന്ന് ചിരിക്കുന്നതാണ്, അല്ലാണ്ട് അറിയാതെ ചിരിപ്പിക്കുന്ന സിനിമകളല്ല. അപ്പോൾ ഈ ഒരു സിനിമ വരുമ്പോൾ പ്രതീക്ഷ അത് തന്നെയാണ്. പ്രത്യേകിച്ച് ജയസൂര്യയുടെ രാജാവായിട്ടുള്ള കഥാപാത്രം കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്, ഒരു മണ്ടൻ രാജാവ് വരുന്നു. അപ്പോൾ കുറേ ഭാഗങ്ങളിൽ അങ്ങനെയായിരിക്കാം. പിന്നെ നമുക്ക് അറയ്ക്കൽ അബുവൊക്കെ ഉള്ളതുകൊണ്ട് ഉറപ്പിക്കാം ഗംഭീരമാക്കുമെന്നുള്ളത്. എന്താണ് ട്രെയിലർ, ഒരു ഡീസൻറ്റ് ട്രെയിലർ തന്നെയാണ് ഈ സിനിമയ്ക്ക് എക്സ്പെക്റ്റ് ചെയ്തത്. അല്ലാതെ ഭയങ്കര സംഭവമെന്നൊന്നുമല്ല. പക്ഷേ ഞാൻ ആ ഷാജി പാപ്പന എന്ന് പറയുന്ന ആ ഒരു ഫീല് തന്നെ നമുക്ക് കിട്ടുന്നു. പിന്നെ സ്ഥിരം നമ്മൾ കണ്ടുവന്നേക്കുന്നത്, നമുക്കറിയാം എന്താണ് ഇതിനകത്തിലെ കഥാപാത്രങ്ങളെല്ലാം ചെയ്യാൻ പോകുന്നത്. അതേപോലെ തന്നെ സർബത്ത് ഷമീറും എല്ലാം പൊളിക്കും എന്നുള്ളതാണ്. എന്തായാലും ഡീസൻ്റ് ആയിട്ടുള്ള മികച്ച രീതിയിലുള്ള ഒരു ട്രെയിലർ വന്നു. 3 മിനിറ്റും മൾട്ടിപ്പിൾ ടൈംസ് വാച്ച് ചെയ്യാൻ തോന്നുന്നു. തീർച്ചയായും ഈ ഒരു സിനിമയുടെ പല പോസ്റ്ററുകൾ വരുന്നതിന് ഉപരി ഈ ഒരു ട്രെയിലർ വന്നു കഴിഞ്ഞപ്പോൾ തീർച്ചയായും സിനിമ ഫസ്റ്റ് ദിവസം കാണണമെന്നുള്ള ഫീലാണ്. സമീപകാലത്ത് ഒന്നും തന്നെ നമ്മൾ സിനിമയ്ക്ക് പോകാതെ തന്നെയുണ്ട്. കാരണം കുറേ സിനിമകൾ വരുന്നു പോകുന്നു, എല്ലാവരും കുറേ നല്ലതെന്ന് പറയുന്നു, പിന്നെ 2 ദിവസം കഴിയുമ്പോൾ ഇല്ല, അങ്ങനെയുള്ള സിനിമകളാണ്. പക്ഷേ ഇപ്പോൾ ഈ ഒരു സിനിമ വരുമ്പോൾ മാർച്ച് 19 തീർച്ചയായിട്ടും ഇത് തിയേറ്റർ കത്തിയിരിക്കും, കത്തിച്ചിരിക്കും. വമ്പൻ സിനിമകൾക്കിടയിൽ വമ്പൻ വിജയം നേടാൻ പോകുന്ന ബിഗ് ബജറ്റ് മൂവിയാണ്. വീഡിയോസ് ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യണം. ഗ്രേറ്റ് മീഡിയ.